ഹായ് ഗൈസ്, ഇതിൽ എത്ര പേര് വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൽ എത്ര പേര് എന്നെ അറിയുന്നവരുണ്ട്, എത്ര പേര് എന്നെ അറിയാത്തവരുണ്ട്, അതും എനിക്കറിയില്ല. അറിയുന്നവരെ വിട്, സപ്പോർട്ട് അംഗീകാരം അതൊന്നും ആ ഭാഗത്തുനിന്ന് കിട്ടാൻ പോണില്ല. പിന്നെ അറിയാത്തവരാണെങ്കിൽ അത് വാരിക്കുരി തരുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും മോശ സമയത്തൂടി കടന്നു പോയിട്ടുണ്ട്. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒരു പ്രതീക്ഷ മുന്നിലോട്ട് എന്തെന്നറിയാതെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന സമയത്തും നമ്മളെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ കുഴിയിൽ തള്ളിയിട്ട് അവിടെ ഇട്ട് ചവിട്ടി മെതിക്കും. എങ്ങനെയെങ്കിലും നമ്മൾ പിടിച്ചു കയറാൻ നോക്കുമ്പോൾ പിന്നെ അവിടെ ഇട്ട് ഇങ്ങനെ ചവിട്ടി മെതിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, ഫസ്റ്റ് അവർ ലൈഫിൽ നിർത്തം കളയുക. പക്ഷേ മറക്കരുത്, ലൈഫിൽ നിന്ന് അവരുടെ ഒരു ഓർമ്മകളും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാതെ ഫുൾ അവരെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഈ വീഡിയോ കാണുന്നവർ പലരും ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. ഒന്നെങ്കിൽ അത് കുഴി കിടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുഴിയിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റവരായിരിക്കാം. കുഴി കിടക്കുന്നവരോടാണേ, അല്ലെങ്കിൽ കുഴിയിൽ നിന്ന് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോടാണേ, നിങ്ങൾക്ക് അവിടെ നിന്ന് കയറണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, ഒരൊറ്റ ഒരാൾ പോലും കൈപിടിച്ച് കയറ്റാൻ കാണില്ല കേട്ടോ. അങ്ങനെ പ്രതീക്ഷിച്ച് ആരെങ്കിലും എന്നെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുഴി കിടക്കുന്നവർ ചാകുന്നവരാ കുഴി കിടന്ന് ചാകത്തുള്ളൂ. പിന്നെ ആ കുഴിയിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ആ കുഴി തള്ളിയിട്ട് അവിടെ ഇട്ട് ചവിട്ടി മെതിച്ച കുറച്ച് ആൾക്കാരില്ലേ, അവരുടെ മുഖം അങ്ങ് ഓർത്താൽ മതി, ഏത് കുഴിയിൽ നിന്നും കയറി വരാനുള്ള ധൈര്യം കിട്ടും. ആ കുഴിയിൽ നിന്ന് കയറി വന്നിട്ടേ അവറ്റകളുടെയൊക്കെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കണമെന്ന് മനസ്സിലങ്ങ് വിചാരിച്ചാൽ മതി, ഏത് കുഴിയും കയറി വരാൻ പറ്റും. കയറി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരൊറ്റ ഒരെണ്ണത്തിനെ അടുത്തോട്ട് അടുപ്പിക്കരുത്. അതിനർത്ഥം എന്താണെന്നറിയോ? പാത്രം അറിഞ്ഞ് വിളമ്പണം കേട്ടോ. ബൈ.